സൈദലിക്കാരൻ്റെ പുസ്തകമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മുൻനിർത്തിക്കൊണ്ട് കുറച്ച് ഒബ്സർവേഷൻസ്, കുറച്ച് ക്യൂരിയോസിറ്റീസ് പങ്കുവെക്കാമെന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. അല്ലാണ്ട് മാത്രമല്ല, ഇതിൽ സോഷ്യോളജിക്കലായിട്ടുള്ള ലിറ്ററേച്ചറായിട്ട് എൻഗേജ് ചെയ്യാൻ എനിക്ക് സോഷ്യോളജി ട്രെയിനിങ് ഇല്ല, അതുകൊണ്ട് ഡിമോണ്ടുമായിട്ടൊന്നും പ്രത്യേകിച്ച് എൻഗേജ് ചെയ്യുന്നില്ല. പക്ഷേ ചില ചാപ്റ്റേഴ്സ് പെർട്ടിക്കുലർലി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പം ആ ഒരു സെൻസിൽ ആ ചാപ്റ്റേഴ്സുമായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ലാർജറായിട്ട് ഈ ശിവസായി ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ അതൊരു കൺസേൺ ആവുന്നു, അതല്ലെങ്കിൽ ആ കൺസേൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കൺസേൺ നമുക്ക് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഒന്ന് അംബേദ്കറിൻ്റെ ജാഫർലോ അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അപ്പം ഭാഗം വെച്ചിട്ടാണ് റഷീദ് നേരത്തെ സംസാരിച്ചത്. അംബേദ്കർ തന്നെ പറയുന്ന, അംബേദ്കർ കാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ കാസ്റ്റിൻ്റെ എല്ലാ ഫോമും ഷെഡ് ചെയ്താൽ അവസാനം ബാക്കിയാണ് അതിൻ്റെ ലോവസ്റ്റ് കോമൺ ഡിനോമിനേറ്റർ എന്നുള്ള അർത്ഥത്തിൽ. ആ കൊട്ടേഷൻ എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല, പുള്ളപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ കാസ്റ്റിൻ്റെ ഏറ്റവും ലോവസ്റ്റ് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എൻഡോഗമി ആയിരിക്കും അംബേദ്കർ പറയുന്നത്. അതായത് ബാക്കി എല്ലാ ക്യാരക്ടറിസ്റ്റിക്കുകളും മാറ്റി വെച്ചാലും ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് റിമെയിൻ ചെയ്യും കാസ്റ്റിൻ്റെ സ്ട്രക്ചറൽ ഓപ്പറേഷൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ബേസ് ആയിട്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇങ്ങനെയാണ് കൊട്ടേഷൻ. പക്ഷേ എങ്കിൽ അതിൻ്റെ ക്രക്സ് ഇതാണ്. അപ്പം എൻഡോഗമി നേരത്തെ സംസാരിച്ചത്, എൻഡോഗമി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അപ്പോൾ എൻഡോഗമി എന്നുള്ള ക്വസ്റ്റ്യൻ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അതൊരു നോർമേറ്റീവ് അല്ലേ, അല്ലെങ്കിൽ ആ നോർമേറ്റീവ് സെൻസിൽ അത് ഒരു നോം എന്നുള്ള അർത്ഥത്തിൽ, നോർമലേക്ക് പിന്നെ വരാം നോം എന്നുള്ള ഐഡിയയിലേക്ക്. പക്ഷേ നോം എന്നുള്ള അർത്ഥത്തിൽ അത് നമുക്കങ്ങനെ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളത് ഞാനിങ്ങനെ ഡിസ്കഷന് വേണ്ടി മാറ്റി വെക്കുകയാണ്. പക്ഷേ ആസ് എഡ് അംബേദ്കറിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അംബേദ്കറിൻ്റെ ഈ ഒരു പൊസിഷനാണ് ഞാൻ ആലോചിച്ചത്. കാരണം കാസ്റ്റിനെ കുറിച്ച് ഇസ്ലാമിൽ എൻഗേജ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മുസ്ലിങ്ങളുടെ ഇടയിൽ കാസ്റ്റ് ഉണ്ടാവും, ഇസ്ലാമിൽ കാസ്റ്റ് ഇല്ല. അല്ലെങ്കിൽ കാസ്റ്റിന് എപ്പോഴും ഒരു എത്തിക്കൽ റീസണിങ് വെച്ചിട്ട് സബ്ഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ ക്വസ്റ്റിനെ സബ്ഡ് ചെയ്യാൻ എപ്പോഴും മുസ്ലിം റീസണിങ്ങിന് പറ്റാറുണ്ട്. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റി എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആണ്, അത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അതേസമയം തന്നെ എൻഡോഗമി എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എൻഡോഗമീനെ ഒരു ലാർജർ ആയിട്ടുള്ള വേറെ പല ട്രഡീഷനുകളായിട്ട്, അല്ലെങ്കിൽ എല്ലാ കിൻഷിപ്പ് റിലേഷനിലും, ഇപ്പോൾ ആന്ത്രോപോളജിൻ്റെ ക്ലാസിക്കൽ ലിറ്ററേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ പല ഫോം ഓഫ് കിൻഷിപ്പ് റിലേഷൻഷിപ്പിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോം ഓഫ്, അല്ലെങ്കിൽ മൾട്ടി ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പല രീതിയിലുള്ള റിലേഷൻഷിപ്പുകൾ ഒരു ഫോം ഓഫ് റിലേഷൻഷിപ്പാണ്. പല ട്രൈബൽ സിസ്റ്റത്തിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള കിൻഷിപ്പ് സിസ്റ്റത്തിൽ എൻഡോഗമി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, പല സ്വഭാവത്തിൽ എൻഡോഗമി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പാസ് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. പക്ഷേ ഇതിലേക്ക് ഇതിൻ്റെ കാസ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കുകൾ കൂടിയും ഓവർലാപ്പ് ചെയ്ത് വരുമ്പോഴാണ് ഇത് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി കോംപ്ലക്സ് ആകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറൊരു ഇൻസ്റ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ഇൻസ്റ്റൻസ് കൂടി പറയാം. വേറൊരു ഇൻസ്റ്റൻസ് ഗാന്ധി, എനിക്ക് തോന്നുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്താണ് തോന്നുന്നു, ഗാന്ധി വന്ന സമയത്ത്, വൈക്കത്ത് വന്ന സമയത്ത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൃത്യമായിട്ട് അനക്ഡോട്ട് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, പക്ഷേ അതിൻ്റെ ഒരു ആകത്തുക എങ്ങനെയാണെന്ന് തോന്നുന്നു. അവിടെയുള്ളൊരു വിരുദ്ധനായിട്ടില്ല, അതായത് അവർണര അമ്പലത്തിൽ പ്രവേശിപ്പിക്കുന്നതിനെതിരെ നിന്നിട്ടുണ്ടായിരുന്ന നമ്പൂതിരിപ്പാടിൻ്റെ അടുത്തേക്ക് ഗാന്ധി പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സംഭവം ഉണ്ട്. ഗാന്ധി ചെന്നിട്ട് ഇയാളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഗാന്ധി ചെയ്യുന്നത്. കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇയാൾ ഗാന്ധിനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാസ്റ്റ് പാലിക്കുന്നതുകൊണ്ടാണ് ഞാനൊരു നല്ല ഹിന്ദു ആവുന്നതെന്നാണ് പറയുന്നത്. അത് ഗുഡ് ഹിന്ദു ആവാനുള്ള പ്രീ റിക്വസിറ്റാണ് കാസ്റ്റ് ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹയറാർക്കീനെ, കാസ്റ്റ് ഹയറാർക്കീനെ, അതിൻ്റെ റിച്വൽ ഹയറാർക്കീനെ റെസ്പെക്ട് ചെയ്യുക, അതിനെ അബൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഗുഡ് ഹിന്ദു ആവാനുള്ള പ്രീ റിക്വസിറ്റാണ്. അതേസമയം തന്നെ ഞാൻ അതിൻ്റെ മോറൽ ഇക്വേഷനിലേക്ക് ആലോചിക്കുകയാണ്. അതേസമയം തന്നെ മുസ്ലിം റീസണിങ് എങ്ങനെ ആയിരിക്കും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഞാൻ അങ്ങനെ ആലോചിക്കുക. അതായത് ഒരു മുസ്ലിം ഒരിക്കലും ഗുഡ് മുസ്ലിം ആവാനുള്ള പ്രീ റിക്വസിറ്റ് ആണ് കാസ്റ്റ് എന്നുള്ള, അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ സ്ട്രക്ചറിനെ അബൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോം ഓഫ് കാസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ സ്റ്റിഗ്മ, അല്ലെങ്കിൽ അതിൻ്റെ റിമൈൻസോ റെമനൻസോ എന്തെങ്കിലും രീതിയിൽ ഒരു കൾച്ചറിലോ ഒരു ട്രഡീഷനിലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഷാബ് അഹമ്മദിൻ്റെ ആലോചനയിൽ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോണ്ടെക്സ്റ്റിനെ എന്തെങ്കിലും രീതിയിൽ വാലിഡേറ്റ് ചെയ്യുന്നത് ഒരു പ്രാക്ടീസിനെ മോറലി ജസ്റ്റിഫൈ ചെയ്യാൻ,
മോറലി ജസ്റ്റിഫൈ ചെയ്യാൻ ഒരു ഗുഡ് മുസ്ലിം എന്നുള്ള ഒരു ലോജിക്ക് ഉപയോഗിക്കാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മുസ്ലിമിന് ഒരിക്കലും പറ്റില്ല എന്നാണ്. അത് ഞാൻ കാസ്റ്റ് പാലിക്കുന്നു, ദെയർഫോർ ഐ ആം എ ഗുഡ് മുസ്ലിം എന്നുള്ളൊരു ഒരു ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് ഒരു മുസ്ലിമിന് എത്താൻ ഭയങ്കര പ്രയാസമായിരിക്കും എന്നുള്ളതാണ്. അത് പക്ഷേ നേരത്തെ പറഞ്ഞ കുറേ എലമെൻറ്റുകളുണ്ട്. ഈ നേരത്തെ പറഞ്ഞ നമ്മൾ എല്ലാവരും കാസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവോക്ക് ചെയ്യുന്ന ഹദീസ് അല്ലെങ്കിൽ അപ്പോൾ ആ സമയത്ത് പല രീതിയിൽ കാസ്റ്റ് അല്ല, എന്നാൽ ഈ പറഞ്ഞ എലമെൻറ്റുകളൊക്കെ ഞാൻ പാലിക്കുന്നു, അതുകൊണ്ട് ഞാൻ മുസ്ലിം എന്നുള്ള റീസണിങ് ഉണ്ടാവാറുണ്ട്. അത് ഞാൻ കാണുന്നില്ല എന്ന് വെക്കുന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്ചറൽ ബേസിസിലുള്ള കാസ്റ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ കാസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, കാസ്റ്റ് ഇന്ത്യയിൽ ഒരു ഫണ്ടമെന്റൽ സോഷ്യൽ ഡിറ്റർമിനൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഏതൊരു ആക്ടിൽ, ഈവൻ നോൺ ആക്ടിൽ വരെ കാസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരാൾ ഒരു ആക്ട് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നതിലും കാസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ചെയ്യണം എന്ന് വിചാരിക്കുന്നതിലും കാസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിലൊരു ഓൾ എൻകംപോസിങ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് കംപ്ലീറ്റ്ലി എത്തിക്കൽ റീസണിങ് വെച്ചിട്ട് കാസ്റ്റ് ഇല്ല അല്ലെങ്കിൽ കാസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഈ നമ്മൾ നേരത്തെ മറ്റേ ആനനെ കാണാൻ പോയ കഥ പറയുന്നത് അതുപോലെയാണ് എന്ന് പറയാം. അതായത് അതിൻ്റെ പല ഫീച്ചറുകൾ പല സൈസിൽ പല ടൈപ്പിൽ ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു കൊഹറൻ്റ് ആയിട്ടുള്ള ഫോം നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്ന് വെച്ചിട്ട് ആ കൊഹറൻ്റ് ആയിട്ടുള്ള ഫോമിൻ്റെ എൻ്റെ ടോട്ടാലിറ്റി നമ്മൾ ഒരു രീതിയിൽ അതിൻ്റെ ആ വിഷ്യസ്നെസ് ഒരു രീതിയിലും കമ്മ്യൂണിറ്റിയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോജിക്കലി അത് റാഷണലൈസ് ചെയ്യാൻ പ്രയാസമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് അവിടെ നിൽക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ ഈ മോറൽ റീസണിങ് എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് പോസിബിൾ ആകുന്നത്. പിന്നെ സൈദലിക്ക അപ്പോൾ സൈദലിക്കാവിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു എലമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പയറ്റീനെ, അതായത് തറവാട് മുതൽ വരുന്നുണ്ട്, അതായത് വെൽത്ത് അല്ലെ മെറ്റീരിയൽ വെൽത്ത് എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ വരുന്നൊരു കാറ്റഗറൈസേഷൻ എന്നുള്ള കാസ്റ്റിനെ കൺസെപ്ച്വലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറ്റിയാണ്, അതായത് ഭക്തി, തഖ്വ. അപ്പോൾ മുത്തക്കി ആവുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മുത്തക്കി ആവുക എന്ന് പറയുന്ന ഒരു ലോജിക്ക് അല്ലെങ്കിൽ ലോജിക്കൽ പ്രൊപ്പോസിഷന് അല്ലെങ്കിൽ പയറ്റി എന്ന് പറഞ്ഞൊരു ആന്ത്രപ്പോളജിക്കൽ ലിറ്ററേച്ചറിൽ, ക്ലാസിക്കൽ ആന്ത്രപ്പോളജിക്കൽ ലിറ്ററേച്ചറിൽ എത്തിക്കൽ സെൽഫ് കൾട്ടിവേഷൻ എന്ന് പറയും. അതായത് നിങ്ങൾക്ക് പയറ്റി എന്ന് പറഞ്ഞൊരു ആസ്പിറേഷനാണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ നിങ്ങളെ സ്വയം സെൽഫിനെ കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അതായത് നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലല്ല നിങ്ങൾ വിശ്വാസിയാകുന്നത്, മറിച്ച് നിസ്കാരം എന്നുള്ള പ്രാക്ടീസിന് നിങ്ങൾ നിരന്തരമായിട്ട് കണ്ടിന്യൂ ചെയ്ത് അതിനെ ഷെയ്പ്പ് ചെയ്ത് ആണ്. അതായത് നിങ്ങൾ ആ പ്രാക്ടീസിൽ കോൺസ്റ്റൻ്റ് എൻഗേജ് ചെയ്തിട്ട് പ്രാക്ടീസിലൂടെയാണ് നിങ്ങൾ ആ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഈ സെൽഫ് കൾട്ടിവേഷൻ ലിറ്ററേച്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏറ്റവും സിമ്പിളാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു പോയിന്റ്. അല്ലാണ്ട് നിങ്ങൾ മനസ്സിൽ ഇപ്പം ഒരു ചെറിയൊരു റിഫോമിസ്റ്റ് ലോജിക് ഉണ്ട്, ഒരു സെൽഫി ലോജിക് ഉണ്ട് അതിൽ. അതായത് നിങ്ങൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിട്ട് നിലനിന്നാൽ മതി, അപ്പോൾ വിശ്വാസമൊക്കെ റെഡി ആയിക്കോളും. നിങ്ങൾ പ്രാക്ടീസ് ഒന്നും വലിയ രീതിയിൽ നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെങ്കിൽ ഒരു അസദിയൻ ലോജിക്കിൽ, തലാൽ അസദിൻ്റെ ഒക്കെ ലോജിക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു സെൻസിൽ അതൊരു ഫോൾസ് ബൈനറിയാണ്. അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലുള്ള ഒരു ബിലീഫ് എന്ന് പറഞ്ഞൊരു ലോജിക്കില്ല. അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബോഡിലി ആയിട്ടുള്ള പ്രാക്ടീസ്. ഇപ്പോൾ അസദ് പറയുന്നത് ഒരു പിയാനിസ്റ്റ് പിയാനോ വായിക്കുമ്പം അയാളെ കൈ റീഡിങ് റിലിജൻ ത്രൂ എഗൻസ്റ്റ് ലാസ്റ്റ് ആയിട്ട് അസദ് പറയുന്ന ഒരു സാധനം, പിയാനോ വായിക്കുമ്പോൾ അയാളെ കൈ മുന്നോട്ട് പോകണം. അപ്പം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അതൊരു നമ്മൾ ക്ലച്ച് ആക്സിലേറ്റർ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളെ കാല് നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് ക്ലച്ചിൽ പോകണം ഗിയർ മാറ്റണമെങ്കിൽ. അപ്പോൾ ആ ഒരു സെൻസിൽ നിങ്ങളെ പ്രാക്ടീസിലുള്ള പെർഫെക്ഷൻ ഉണ്ട്. ആ പ്രാക്ടീസിലുള്ള പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി മെക്കാനിക്കലി റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ബ്രെയിനിൽ ഒരു അർത്ഥത്തിൽ എൻകോഡഡ് ആണ്. അപ്പം ആ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ബോഡിയിലാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഈ എത്തിക്കൽ സെൽഫ് കൾട്ടിവേഷൻ ലിറ്ററേച്ചർ നിങ്ങൾ പയറ്റിനെ അക്വയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നത് നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളെ തന്നെ പുതുക്കിക്കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെൻസിലുള്ള ഒരു പയറ്റി എന്ന് പറഞ്ഞ ഒരു ക്യാപ്പബിലിറ്റിയാണ് പലപ്പോഴും ഈ പുസ്തകത്തിലുള്ള ഇൻ്റർലൊക്യൂട്ടേഴ്സ് ഇസ്ലാമിന് ഒരു എത്തിക്കൽ ഫീൽഡായിട്ട് മനസ്സിലാക്കുമ്പോൾ, ഹെറാർക്കിനെ ഒരു വാല്യൂ എന്നുള്ള അർത്ഥത്തിൽ എടുക്കുമ്പോൾ ഇസ്ലാമിന് ഒരു എത്തിക്കൽ ഫീൽഡായിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ കോൺഫ്രണ്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആ ഒരു ഫീൽഡിനെ മനസ്സിലാക്കുമ്പോൾ ഒരു പയറ്റീനെ ഒരു ക്യാപ്പബിലിറ്റി ആർക്കും മുത്തക്കിയാവാൻ പറ്റും, അതിൻ്റെ കണക്കും കാര്യവും ഒക്കെ അള്ളാൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം മുസ്ലിം ആവാൻ പറ്റും, പക്ഷേ മുഅ്മിനാവുക അല്ലെങ്കിൽ അതിൻ്റെ ഹയർ സ്റ്റേജിലേക്ക് പോകുക, അതിൻ്റെ ഓരോ ദർജകൾ മാറുന്നതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നിങ്ങളും അള്ളയായിട്ടുള്ള എൻഗേജ്മെൻറ്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ ഓപ്പറേറ്റിംഗ് ഫീൽഡ് ഡിവൈനിലേക്ക് മാറ്റി വെച്ചാലും അതൊരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻലി ആയിട്ടുള്ള ടെറൈനിലല്ല അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ പോലും ഈ പയറ്റീൻ്റെ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് അത്രയും ലീനിയർ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ പിന്നെ ആലോചിച്ചിട്ടുള്ളത്. അതായത് എല്ലാവർക്കും അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണോ പയറ്റി, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെയിം ലെവൽ
പ്ലേയിങ് ഫീൽഡിലുള്ളൊരു സാധ്യത ആണോ പയറ്റി എന്നുള്ളതാണ് രണ്ടാമത് ആലോചിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആന്ത്രോപോളജി ലിറ്ററേച്ചറിൽ തന്നെ ഇപ്പം സമൂലി ശിൽക്കേൻ്റെ ഒക്കെ പഠനം നമ്മളൊക്കെ ഫെമിലിയർ ആയിട്ടുണ്ടാകുന്ന ഇപ്പം ഈജിപ്തിലെ റമദാനെ കുറിച്ചിട്ടുള്ള പഠനം, അത് എല്ലാവരും കാലങ്ങളായിട്ട് 10-20 കൊല്ലമായിട്ട് ഇങ്ങനെ മലബാറിലെ ആന്ത്രോപോളജി വന്ന മുതൽ പറയുന്ന വർക്കാണ്. പക്ഷേങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെപ്ഷണൽ പൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധ്യത മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ സ്ഥിരം പറയുന്ന ഒരു സാധനം, അതായത് 11 മാസം കുപ്പി 1 മാസം തൊപ്പി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ റമദാനിൽ മാത്രം എല്ലാവരും കൂടി ഭയങ്കരമായിട്ടായിട്ട് മുസ്ലിങ്ങളാവുക, അപ്പം ആ ഒരു ലോജിക്ക് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ശരിക്കും അതിനൊരു മോറലി ഒരു തെറ്റായിട്ടുള്ള കാര്യമായിട്ടല്ല കാണുന്നത്. അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ആ ഒരു എക്സെപ്ഷണൽ പൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു അച്ചീവബിൾ സ്റ്റേറ്റ് ആണ് ശരിക്കൊക്കെ. അപ്പോഴും അതായത് എക്സെപ്ഷണൽ പൈറ്റിക്ക് എപ്പോഴും ഒരു പൈറ്റിൻ്റെ ഒരു ബൗണ്ടഡ്നെസ് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് നേരത്തെയുള്ള എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടാവും, നിങ്ങളെ ശരീരത്തിൽ എൻകോഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇസ്ലാമിൻ്റെ ട്രേസസ് ഉണ്ടാവും. അതിൽ ആന്ത്രോപോളജി ഓഫ് ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ട് ആന്ത്രോപോളജി ട്രഡീഷനിൽ ഇപ്പോൾ അനന്ത് പാണ്ഡ്യനൊക്കെ പറയുന്നുണ്ട്. അനന്ത് പാണ്ഡ്യന് അതുപോലെ തന്നെ സബാ മഹമ്മൂദ് ഒക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ട്രഡീഷനെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഹിസ്റ്ററിൻ്റെ ലിറ്ററേച്ചർ പ്രത്യേകിച്ച് ലോകത്ത് വ്യാപിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ എറിക് ഹോബ്സ്ബോം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹിസ്റ്ററി പഠിച്ച ആൾക്കാർക്ക് ഫെമിലിയർ ആയിരിക്കും. മൂപ്പരെ ഇൻവെൻഷൻ ഓഫ് ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വർക്കുണ്ട്. അതിൽ ഈ ട്രഡീഷൻ ഇൻവെൻറ്റഡ് ആണെന്നുള്ളൊരു സാധ്യതനെ സബാ മഹമ്മദ് തള്ളിക്കളയുന്നുണ്ട്. സബാ മഹമ്മദ് പറയുന്നത് അങ്ങനെ ഒരു ആ ഒരു ലോജിക്കിൽ നിന്ന് കഴിഞ്ഞാൽ പല ട്രഡീഷനുകളെയും നമുക്ക് ഫുള്ളി ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതായത് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല എലമെൻറ്റുകളും ഇപ്പം നമ്മൾ ഇസ്ലാം എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ഇപ്പം ഗ്രാൻഡ് മദേഴ്സ് റിലീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റുകളുണ്ടല്ലോ. അപ്പോൾ കാതറിൻ ലെമൺസ് അസദ് തന്നെ പറയുന്ന ഒരു അസദിൻ്റെ വാപ്പ മുഹമ്മദ് അസദ് ആയിരുന്നു. മക്കയിലേക്കുള്ള ബാധയൊക്കെ എഴുതിയിട്ടുള്ള മുഹമ്മദ് അസദ് ആയിരുന്നു അസദിൻ്റെ വാപ്പ, തലാൽ അസദിൻ്റെ വാപ്പ. അപ്പോൾ അസദ് പറയുന്നത് അതായത് അസദിൻ്റെ മുഹമ്മദ് അസദ് അസദ് തന്നെ മിസർജ് ഓഫ് ഖുറാൻ എന്ന് പറഞ്ഞിട്ട് ഖുറാൻ തഫ്സീർ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അപ്പം ഇത്രയൊക്കെ ഇസ്ലാമിനെ കുറിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കൺവേർട്ട് ആയിട്ടുള്ള ആളായിരുന്നു അസദിൻ്റെ മുഹമ്മദ് അസദ് എന്ന് പറഞ്ഞ അസദിൻ്റെ വാപ്പ. ഈ വാപ്പൻ്റെ അടുത്ത് ഞാൻ പഠിച്ചേക്കാട്ടി കൂടുതൽ ഇസ്ലാമിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ ഉമ്മൻ്റെ അടുത്ത് നിന്നാണ്. ഉമ്മ ഒരു സൗദി ഒരു കബീലയിലുള്ള ഒരു ട്രൈബൽ ആയിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു അസദിൻ്റെ ഉമ്മ. അപ്പോൾ ഉമ്മൻ്റെ അടുത്ത് നിന്നാണ് ഞാനിത് പഠിച്ചിട്ടുള്ളതെന്ന് അസദ് പറയുന്നുണ്ട്, അല്ലെ ഇസ്ലാമിൻ്റെ എത്തിക്സ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എത്തിക്സ് പല രീതിയിൽ സ്കാറ്റേഡ് ആണെങ്കിൽ പോലും അത് പല രീതിയിൽ ബോഡിയിൽ റിമെയിൻ ചെയ്യും. അങ്ങനെ റിമെയിൻ ചെയ്യുന്ന ബോഡിയിൽ പയറ്റി ഓപ്പറേറ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടെന്നുള്ള അർത്ഥത്തിലാണ് ആന്ത്രോപോളജിൻ്റെ ലിറ്ററേച്ചർ എന്നെ ഏറ്റവും കണ്ടൻസ് ചെയ്ത് പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സബാ മഹമ്മൂദ് ആണെങ്കിലും ചാൾസ് വിർസ്കിൻഡ് ആണെങ്കിലും ഒക്കെ, അല്ലെ ആനന്ദ് പാണ്ഡ്യനാണെങ്കിൽ തമിഴ്നാടിൻ്റെ കോൺടെക്സ്റ്റിൽ പറയുമ്പോൾ ട്രഡീഷൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ അതിൽ സ്കാറ്റേഡ് ആയിട്ടുള്ള ഫോമിലാണ് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലിറ്ററേച്ചർ ഞാൻ പറഞ്ഞ വിഷയം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പയറ്റി എന്ന് പറഞ്ഞൊരു ക്യാപ്പബിലിറ്റി ലീനിയർ ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. ഇപ്പം നേരത്തെ തന്നെ സെദിൽഖാൻ്റെ പുസ്തകത്തിൽ തന്നെ സെദിൽഖാൻ അത് പറയുന്നുണ്ട്. അതായത് ഈ നേരത്തെ ഉസ്താദ് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, അതായത് നിസ്കാരത്തിൻ്റെ ഒരു പള്ളിക്കുന്ന ഒരു മുല്ലാർ പറയുന്നു ഇങ്ങനെ ഈ അഡൾട്ടറി ആ ക്വസ്റ്റ്യൻ അഡൾട്ടറി കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ പയറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും, അതായത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടെറസിൽ പോയി അല്ലെങ്കിൽ നിങ്ങൾ ദർദയിൽ വന്ന് നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഉദവിയായി, അത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു പ്രിഫിക്സ് ഉണ്ടാവുമോ, അതായത് ഈ പറഞ്ഞ അവസാനം എന്ന് പറഞ്ഞ പ്രിഫിക്സ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ നിങ്ങളെ പയറ്റി മാത്രമാണോ ഓപ്പറേറ്റ് ചെയ്യുക, നിങ്ങളൊരു സെയിം പ്ലേയിങ് ഫീൽഡിലേക്ക് തന്നെയാണ് നിങ്ങളെ തുറന്നു വിടുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാനങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഒന്ന്. പിന്നെ ഈ പയറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലീനിയാരിറ്റി ക്വസ്റ്റ്യൻ മാറ്റി വെച്ചാൽ പിന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി തറവാട് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. തറവാടിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ഹെസിറ്റേഷൻസ് ഉണ്ട്. കാരണം തറവാടിന് ഒരു കംപ്ലീറ്റ് ഒരു മുസ്ലിം ഫിനോമിനൻ എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുന്ന പോലെയാണ് ഞാൻ ടെക്സ്റ്റിൽ കണ്ടിട്ടുള്ളത്. തറവാടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ തറവാടിനൊരു ഈ നേരത്തെ ലിറ്ററേച്ചറിൽ ഇപ്പോൾ നമ്മൾ കുഫുവിൻ്റെ കാര്യത്തിൽ പറയുമ്പം ഒരു നമ്മളെ ഇത് ഒപ്പിക്കുന്നതിൻ്റെ കാര്യത്തിൽ പറയുമല്ലോ, അതായത് തറവാട് ഒപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ സ്റ്റാറ്റസ് മാച്ച് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് തറവാട് എന്നുള്ള ലോജിക്കിനെ മനസ്സിലാക്കുന്നത്. പക്ഷേ തറവാടിൻ്റെ ലിറ്ററേച്ചർ പ്രത്യേകിച്ച് മലബാറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പം ജി അരുണിമൻ്റെ വർക്കുണ്ട് ദർ കംസ് പപ്പ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് തറവാടിനെ കുറിച്ച്, ദിലീപ് മേനോൻ്റെ വർക്കുണ്ട് ഹൗസ് ഹോൾഡുകളെ കുറിച്ചിട്ട്, പിന്നെ ഒരുപാട് വർക്കുകൾ. ഇപ്പം മലബാറിൽ സോവറൈൻറ്റിനെ മനസ്സിലാക്കുന്നത് അബ്സല്യൂട്ട് മൊണാർക്കിയിലൂടെ അല്ല, മറിച്ച് ഇങ്ങനത്തെ ലാർജർ ഹൗസ് ഹോൾഡുകളിലൂടെയാണെന്ന് നമ്മൾ ഈ ലിറ്ററേച്ചറിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതായത് ഈ മലബാറിലുള്ള തറവാട് എന്നുള്ള സങ്കല്പം അത് അതിനെ ഡിസെക്ട് ചെയ്യുന്നുണ്ട് പുസ്തകത്തിൽ സെറ്റിലേക്ക്. തറവാട് എന്നുള്ള സാധനത്തിനെ അത് തറ എന്നുള്ളത് ഒരു ഹയർ സ്റ്റേറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് നിങ്ങൾ അതിന് നോമൻക്ലേച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതേസമയം തന്നെ ഇപ്പം MGS മാഷ് ലിറ്ററേച്ചറിലാണെങ്കിൽ അല്ലെങ്കിൽ കേശവൻകുളത്തായിട്ട് മാഷ് ലിറ്ററേച്ചറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ തറവാട് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ എക്കണോമിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രക്ചറായിട്ട് നിൽക്കുന്നത് ഒരു ഘടകമായിട്ട് കാണാൻ പറ്റും. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തറവാട് എന്നുള്ളതൊരു ഈ ഇസ്ലാമിൻ്റെ എത്തിക്കൽ റീസണിങ്ങിൽ അല്ലെങ്കിൽ ടെക്സ്റ്റൽ റീസണിങ്ങിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന എലമെൻ്റ് ആയിക്കൊള്ളണം ഇല്ല എന്നുള്ളതാണ്. നാളെ വിവാദമായിട്ടുള്ളൊരു പ്രസംഗമല്ലായിരുന്നു മറ്റേ ശ്രീജിത്ത് DGP
ശ്രീജിത്ത് അല്ലായിരുന്നു, മറ്റേ ഈ ഭരത്തായി കേസൊക്കെ ഉള്ള. അപ്പോൾ മൂപ്പരെ തറവാടിനെ കുറിച്ചിട്ട് പറയുന്നൊരു പ്രസംഗം വിവാദമായിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം തറവാട് എന്ന് പറഞ്ഞ എലമെന്റ് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷനായിട്ട് കേരളത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മലബാറിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദേശം, നാട്, അല്ലെങ്കിൽ സ്വരൂപങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമൂതിരി ഒരു സമയത്ത് ഉണ്ടെങ്കിലും സാമൂതിരി എന്ന് പറഞ്ഞ ഒരു സൂപ്പർഫ്ലുവസ് ആയിട്ടുള്ള ഒരു മൊണാർക്കിയൽ പവറാണെന്ന് ദിലീപ് മേനോന്റെ ലിറ്ററേച്ചർ, ഹൗസസ് ബൈ ദ സീലൊക്കെ ദിലീപ് മേനോൻ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. അല്ലെങ്കിൽ മാർഗരറ്റ് ഫ്രണ്ട്സിന്റെ കോൺടാക്ട്സ് ബൈ കോൺക്വസ്റ്റിലൊക്കെ പറയുന്നുണ്ട് ഇതൊരു ഈ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ റിസൈഡ് ചെയ്തിട്ടുള്ളത് ഒരു അബ്സല്യൂട്ട് മൊണാർക്കിൽ, ഒരു കിങ്ങിലല്ല. നമ്മൾ സോവറിറ്റി എന്ന് പറയുമ്പോൾ സോവറിൻ എന്ന് പറഞ്ഞത് ഒരു ഒട്ടോമൻ സുൽത്താൻ പോലെ ഏറ്റവും മുകളിൽ വെസ്റ്റഡ് അപ്പോൺ ആയിട്ടുള്ള ഒരാളായിരുന്നില്ല, മറിച്ച് ഇത്തരത്തിലുള്ള കുറെ ജാനസ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഹിന്ദർലാൻഡിലുള്ള ഒരുപാട് അഗ്രികൾച്ചറിനെ ഇതിനെ കൂടി അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഓഷ്യാനിക് ട്രേഡിലേക്ക് പാസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷണൽ സ്ട്രക്ചർ, പൊളിറ്റിക്കൽ എക്കണോമിക് സ്ട്രക്ചർ ആയിട്ടാണ് തറവാട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം ഈ തറവാടിലൊരു മുസ്ലിം ഡൈനാമിക്സിൽ കൂടെ മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മെത്തഡോളജിക്കലി അത് ഈ ലാർജറായിട്ട് മലബാറിൽ തറവാട് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം വഹിച്ചിരുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഫംഗ്ഷൻ, അറ്റ്ലീസ്റ്റ് ഫ്രം ദ ഏർലി മോഡേൺ പീരീഡ്, അത് നമുക്ക് കാണാൻ പറ്റില്ല, അതിനെ എൻകാപ്സുലേറ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു തോന്നൽ, ഒരു ഹെസിറ്റൻസ് ഞാൻ പങ്കുവെക്കുകയാണ്. പിന്നെ വെൽത്ത്, അപ്പോൾ അതാണ് എനിക്കിതിൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായത്. വെൽത്ത് മൊബിലിറ്റി ക്വസ്റ്റ്യൻ, കാസ്റ്റ് മൊബിലിറ്റി ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ മമ്പറം സെൻറ്ററിലാണുള്ളത്. അപ്പോൾ 1943 തോന്നിക്കൊന്ന് ചേരൂർ കലാപം നടക്കുന്നത്. അപ്പോൾ ചേരൂർ കലാപത്തിനെ കുറിച്ചിട്ട് പറയുന്ന ആ ഒരു ഭാഗം എനിക്കൊന്ന് MT അൻസാരി ചക്കി മതം മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഭയങ്കര രസകരമായിട്ട് അൻസാരി മലയാളത്തിൽ എഴുതുന്നുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും മലബാർ ദേശീയതയുടെ ഇടപെടലിൽ എഴുതുന്നുണ്ട്. ആ ഭാഗത്ത് കാസ്റ്റ് എന്നുള്ള സിസ്റ്റത്തിന്റെ ആന്റഗോണിസ്റ്റിക് ആയിട്ട് നിന്നിട്ട് ഇസ്ലാം കൊടുക്കുന്ന ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യാലിറ്റി എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെയാണ് ഇസ്ലാം ആസ് എ പൊട്ടൻഷ്യാലിറ്റി എങ്ങനെയാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ചക്കിന്റെ ആ ഒരു അപ്പിയറൻസിൽ വരുന്ന മാറ്റം. അതായത് ആ തറവാട്ടിലേക്ക്, കപ്പറാട്ട് കൃഷ്ണപ്പണിക്കര തറവാട്ടിലേക്ക് പോകുന്ന ചക്കി രണ്ടാമത് ആയിഷയായിട്ട് പോകുന്ന സമയത്ത് ഇവരെ ഒരു സെൽഫ് അപ്പിയറൻസിൽ അല്ലെങ്കിൽ നടത്തത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിന്, വസ്ത്രധാരണത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെ കുറിച്ചിട്ട് അൻസാരി വളരെ രസകരമായിട്ട് വളരെ ഭംഗിയിൽ എഴുതുന്നുണ്ട്. ആ ഭാഗം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം മൊബിലിറ്റി ക്വസ്റ്റ്യൻ കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കാണാം. പൊതുവിൽ മലബാറിൽ കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാം ജാതി എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർ ഫസ്റ്റ് എടുത്തിരുന്ന വിഷയമാണ് ഓക്കെ മമ്പർന്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റീഫോം മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് മതമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. മൊബിലിറ്റി ക്വസ്റ്റ്യനിൽ മാത്രമാണോ മതമാറ്റങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളത്, അതായത് ഇത് കാസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇസ്ലാമിനെ എപ്പോഴും ഒരു എത്തിക്കൽ ഒരു പ്ലെയിൻ ആയിട്ട് കണ്ടിട്ട്, അതായത് സോഷ്യൽ ജസ്റ്റിസിന്റെ ഒരു അബ്സല്യൂട്ട് പീക്കായിട്ട് കണ്ടിട്ട് മാത്രമാണോ ആൾക്കാർ ഇതിനെ കണ്ടിട്ടുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതായത് പ്രത്യേകിച്ച് ദർ ഇസ് നോ കാസ്റ്റ് ഇൻ ഇസ്ലാം എന്ന് പറയുന്ന ആൾക്കാർ സ്ഥിരം പറയുന്ന, പ്രത്യേകിച്ച് റിഫോം ലോജിക്കിലൊക്കെ പറയുന്ന ഒരു വാദമാണ് ഓക്കെ കാസ്റ്റ് ഇസ്ലാമിൽ ഇല്ല എന്ന് മാത്രമല്ല ഒരുപാട് ആൾക്കാരെ നമ്മൾ ഒരുപാട് രീതിയിൽ ഇസ്ലാമിലേക്കുള്ള മതമാറ്റങ്ങൾ പ്രത്യേകിച്ച് കലാപത്തിന്റെ മുമ്പും ആ ഒരു 1700 മുതൽ അങ്ങോട്ട് ഇപ്പോൾ ഇന്നസിന്റെ ഒക്കെ റിപ്പോർട്ടുകൾ വെച്ചിട്ട്, സെൻസസ് റിപ്പോർട്ട് വെച്ചിട്ട് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, അത് ചെറുമ കൺവേർഷന്റെ നമ്പേഴ്സ് കുറയുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ അൻസാരിയും എത്തുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ നമ്പേഴ്സിനെ സ്റ്റാഗ്നന്റ് ആവുകയാണ്. ഈ നമ്പേഴ്സ് ആ നമ്പേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അൻസാരിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ആ ഒരു ലോജിക്കിനെ മനസ്സിലാക്കണമെങ്കിൽ മൊബിലിറ്റി ക്വസ്റ്റ്യനിൽ മാത്രം ഇസ്ലാമും കാസ്റ്റും നമ്മുടെ എൻഗേജ്മെന്റിനെ മനസ്സിലാക്കിയാൽ അതൊരു മൊബിലിറ്റി ഇമ്മൊബിലിറ്റി ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു പോരായ്മ എന്ന് ഞാൻ പറയൂ. കാരണം ഹീലിംഗ് എന്ന് പറഞ്ഞ വലിയൊരു മേഖല അപ്പം മമ്പർ തന്നെയാണ് നമ്മളുള്ളത്. അപ്പം ഹീലിംഗിന്റെ സാധ്യതകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രീ മോഡേൺ വേൾഡിൽ കൺവേർഷൻ കാസ്റ്റ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇപ്പം പെരിങ്ങോട്ടൂർ ഇപ്പോൾ അലിയൽ കുഫി ആയിട്ട് ബന്ധപ്പെട്ട് രാവാരി നായന്മാരെ കഥ ഫെമിലിയർ ആയിരിക്കും ആൾക്കാർ. ഒരു എൻ്റയർ കിള മതം മാറുകയാണ്. അത് കാസ്റ്റിന്റെ ലോജിക്കാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കൊള്ളുന്നില്ല. അവിടെ ഹീലിംഗ് എന്ന് പറഞ്ഞതിനെ കൺസെപ്ച്വലൈസ് ചെയ്യാനുള്ള മെറ്റീരിയൽ കൺസെപ്ച്വലൈസ് ചെയ്യാൻ കാസ്റ്റിന്റെ അത്ര നമുക്ക് അവൈലബിൾ അല്ല, വയബിൾ അല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഒരു ക്വസ്റ്റ്യനെ പലപ്പോഴും ആൾക്കാർ അഡ്രസ്സ് ചെയ്യാണ്ട് പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. മൊബിലിറ്റി ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് പുസ്തകത്തിൽ വരുന്നൊരു വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എഡ്യൂക്കേഷണൽ മൊബിലിറ്റി ഒക്കെ അക്വയർ ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മൊബിലിറ്റി അക്വയർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാരേജ് എന്ന് പറയുന്നത് അത്ര പ്രയാസമാവുന്നില്ല. ഇവർക്ക് ഒരു അർത്ഥത്തിൽ റിഫോം മൈൻഡഡ് ആയിട്ടുള്ള മോഡേൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്തുന്ന അലയൻസുകൾ വരുന്നുണ്ട്. അതേസമയം തന്നെ റിലീജിയസ്ലി
എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു പോസിബിലിറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ഞാൻ വായിച്ചത് തെറ്റായിട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന ഒരു ഭാഗമുണ്ട് പുസ്തകത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പം മൊബിലിറ്റി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഈ പുസ്തകത്തിന് ഞാൻ പുസ്തകത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത് സനൽ മോഹൻ മാഷ പുസ്തകമായിട്ട് ചേർത്ത് വെച്ചിട്ടാണ് ഞാനിതിനെ വായിക്കാൻ ശ്രമിക്കുന്നത്. അതായത് കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു തിയോളജിക്കൽ റീസണിങ് നമ്മൾ അവൈലബിൾ ആക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കാസ്റ്റിന് ഒരു ലാർജർ മെറ്റീരിയൽ ആങ്കർ ഉണ്ട്. ആ മെറ്റീരിയൽ ആങ്കറിൽ നിന്നിട്ടാണ് കാസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലേബർ ബോഡി എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ലേബറിൻ്റെയും ബോഡീൻ്റെയും ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആകുമ്പോൾ കാസ്റ്റിന് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെയർ എൻഡോഗമി ക്വസ്റ്റ്യൻ എന്നുള്ള അർത്ഥത്തിലോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ വൈറ്റ് ചെക്ക് ക്വസ്റ്റ്യനിലോ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഉദാഹരണത്തിന് ഇപ്പം പാലേരി മാണിക്യം എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടിൻ്റെ ക്യാരക്ടർ ഉണ്ട്, മുരിക്കുന്ന താമരാജി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ, ബാർബർ ക്യാരക്ടർ ഉണ്ട്, ശ്രീനിവാസന്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു, ശ്രീനിവാസന്റെ ചെറുപ്പകാലത്തുള്ള ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാന്ന് തോന്നുന്നു. അപ്പം അയാളെ ഈ ചിരക്കാൻ വരുന്ന ചിരച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് നിലത്തേക്ക് വരുന്നൊരു സീനുണ്ട്. അതേപോലെ തന്നെ ശ്രീനിവാസൻ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയിൽ ബാർബറായിട്ട് വരുന്നൊരു രംഗമുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി രണ്ട് സിനിമകളാണ്. അപ്പം അതിൽ ഈ ബാർബർ ക്യാരക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് പാലേരി മാണിക്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുരിക്കുന്ന താമരാജി എന്ന് പറഞ്ഞ ക്യാരക്ടർ മാപ്പിള മുസ്ലിം, ഹിൻഡർലാൻഡ് മാപ്പിള ലാൻഡഡ് മുസ്ലിമാണ്. അപ്പം ഈ ഹിൻഡർലാൻഡ് മാപ്പിള ഇപ്പം നാദാപുരത്തിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ എപ്പോഴും കമ്മ്യൂണലായിട്ടാണ് കാസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പലപ്പോഴും എക്സിബിറ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളൊരു ലോജിക്ക് എപ്പോഴും പറയലുണ്ട് ആൾക്കാർ. നാദാപുരം എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനെ കമ്മ്യൂണൽ ലോജിക്കിലാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ യാസർ അറഫാത്തിൻ്റെ ഒക്കെ പഠനം, ഇപ്പോൾ നാദാപുരം എനിക്മ എന്ന് പറഞ്ഞിട്ടുള്ള പഠനം ആ കമ്മ്യൂണൽ ക്വസ്റ്റ്യനിൽ ഗാർബ് ചെയ്തിട്ടുള്ള കാസ്റ്റിൻ്റെ ഇക്വേഷൻസിനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് അവിടെ കാസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ കാസ്റ്റിൻ്റെ ഒരു ഓപ്പറേഷൻ മെക്കാനിസം ഉണ്ട്, കാസ്റ്റിൻ്റെ ഒരു ടെക്സ്റ്റൽ മെക്കാനിസം ഉണ്ട്. ഞാനിത് കൂടി പറഞ്ഞിട്ട് നിർത്താൻ തോന്നുന്നു. ആ മെക്കാനിസം ബൗണ്ടറായിട്ട് കിടക്കുന്നത് മെറ്റീരിയലിലാണ്, ലാൻഡിലാണ്. നാദാപുരത്തിൻ്റെ കേസിലാണെങ്കിൽ ലാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നേരത്തെ തറവാടിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പറഞ്ഞാൽ ലാൻഡിലാണ് തറവാടിൻ്റെ ഫംഗ്ഷൻ കിടക്കുന്നത്, അതായത് അതിൻ്റെ എക്കണോമിക് ഫംഗ്ഷനിലാണ് അതിൻ്റെ റെലവൻസ് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ ഈ ബുക്കിൻ്റെ റെലവൻസ് ഞാൻ മനസ്സിലാക്കുന്നത് മലബാറിലുള്ള കാസ്റ്റിൻ്റെ ക്വസ്റ്റ്യനെ ഒരു ടെക്സ്റ്റൽ, അതായത് രണ്ട് രീതിയിലാണ് ആൾക്കാർ ഇതിനോട് എൻഗേജ് ചെയ്യുക. ഒന്ന് ഇസ്ലാമിൽ കാസ്റ്റ് ഉണ്ട്, അതിനെ ഈ രീതിയിൽ അതിനെ എംപിരിക്കലായിട്ട് കാണണം. അപ്പോൾ ഒരു 400 തങ്ങൾ വീടുകളിൽ പോയി എത്തനോഗ്രഫി എടുത്ത്, ഒരു 400 ഹുസാൻ വീടുകളിൽ പോയി എത്തനോഗ്രഫി എടുക്കുക, ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാക്കുക. ആ രീതിയിൽ ഇതിനെ പഠിക്കേണ്ടെന്ന് പറയുന്നില്ല. വേറൊരു കൂട്ടർ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റിനെ അതിൻ്റെ ജീനിയോളജിക്കലായിട്ട് പഠിക്കാൻ ശ്രമിക്കും. അപ്പം ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു ഭാഗം, എനിക്ക് പറയാൻ പറ്റാത്തൊരു ഭാഗം ഈ ഇസ്സത്ത് ഫർമാദുമായി ബന്ധപ്പെട്ടുള്ള ഭാഗമാണ്. അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഡിസ്കഷനിലേക്ക് മാറ്റി വെക്കാൻ തോന്നുന്നു. ജീനിയോളജിയിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതിൽ എൻസൺ മോഹൻ്റെ വർക്ക് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയത്. ഞാൻ ഇതിൽ റെഫറൻസ് ആയിട്ടൊന്നും കണ്ടില്ല. കാരണം ഗ്രേസ് ഓഫ് തരീമിലെ മലാക്ക സ്ട്രേറ്റിലുള്ള എൻ്റെ ഡിബേറ്റുകൾ ഈ കഫായിട്ട് ബന്ധപ്പെട്ട ഡിബേറ്റുകളാണ്. ഈ ഹദ്രമി ആയിട്ടുള്ള സെയ്ദുകളും നോൺ സെയ്ദുകളും തമ്മിലുള്ള മാരേജുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡിബേറ്റുകൾ, 100-200ഓളം വർഷങ്ങൾ നടക്കുന്ന ഡിബേറ്റുകളാണ് എൻസങ്ങോ പറയുന്നത്. അപ്പം അത് പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടു കൺക്ലൂഡ് ഈ കാസ്റ്റിൻ്റെ ഒരു മെറ്റീരിയാലിറ്റീൻ്റെ ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യാനും അത് എത്രത്തോളം മെറ്റീരിയലി ബൗണ്ടഡ് ആണ്, അത് എംബോഡീഡ് ആണ് എന്നുള്ള ക്വസ്റ്റ്യനെ മനസ്സിലാക്കാനും അതിനെ കേവലം ടെക്സ്ച്വലി അല്ലെങ്കിൽ എത്തിക്കൽ റീസണിങ്ങിൽ നമുക്ക് ആ ക്വസ്റ്റ്യനെ കംപ്ലീറ്റ് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സാധ്യതനെ നമ്മളെ തന്നെ പുനരാലോചിക്കാനും അല്ലെങ്കിൽ റീതിങ്ക് ചെയ്യാനും നമ്മൾ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് പുസ്തകത്തെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഈ നേരത്തെ മുന്നോട്ട് വെച്ച ക്വസ്റ്റ്യനുകൾ ഒരു ഹെസിറ്റേഷൻസ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് അർത്ഥത്തിൽ പറയാണ്. ഡിസ്കഷനിലേക്ക്